EMS ഭവന പദ്ധതിയിലൂടെ വീട് വയ്ക്കാൻ തുക അനുവദിച്ച കുടുംബത്തിന് കോർപ്പറേഷന്റെ ജപ്തി നോട്ടീസ്. മരുത്തടി ഒഴുക്കുംതോട് തൈച്ചേരി തെക്കേതിൽ ഗോപിക്കുട്ടനും കുടുംബത്തിനുമാണ് ഈ ദുസ്ഥിതി. EMS സമ്പൂർണ്ണ ഭവന പദ്ധതി പ്രകാരം 2010 ഗോപിക്കുട്ടന് വീട് അനുവദിക്കുകയും അധികൃതർ സ്ഥലം സന്ദർശിച്ച് ആദ്യ ഗഡുവായ 22,500 രൂപ നൽകുകയും ചെയ്തു. അതുപ്രകാരം ഗോപിക്കുട്ടൻ വീട് നിർമ്മാണത്തിന് പ്രാരംഭ പണികൾ ആരംഭിച്ചു. ഭവന പദ്ധതി പ്രകാരം കിട്ടിയ തുകയും പലിശക്കെടുത്ത തുകയും ചേർത്ത് വീടിന്റെ അടിസ്ഥാനം നിർമ്മിക്കുകയും ചെയ്തു. അടുത്ത ഗഡുവിനായി കോർപ്പറേഷനിൽ എത്തിയപ്പോഴാണ് തീരദേശ നിയമപ്രകാരം വീട് നിർമ്മിക്കാൻ അനുമതിയില്ലെന്നും ആദ്യ ഗഡുവായി നൽകിയ തുകയും അതിന്റെ പലിശയും തിരികെ നൽകണമെന്നും കാണിച്ച് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത്. ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലം കണ്ടതിന് ശേഷമാണ് ഗോപിക്കുട്ടന് EMS ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. കൂലിപ്പണിക്കാരനായ ഗോപിക്കുട്ടൻ എന്ത് ചെയ്യണമെന്നറിയാതെ കോർപ്പറേഷൻ കയറി ഇറങ്ങുകയാണ്. വീട് പണിക്കായി ഇറക്കിയ കട്ടയും തടിയുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ മേയർക്കും കൗൺസിലർക്കും പലവട്ടം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഗോപിക്കുട്ടൻ പറയുന്നു. വീടിന് സമീപമുള്ള മറ്റുള്ളവർക്ക് വീട് വയ്ക്കാനുള്ള എല്ലാ ഗഡുക്കളും നൽകിയതായും ഗോപിക്കുട്ടൻ പറഞ്ഞു. അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു കുടുംബത്തിനെ പെരുവഴിയിലിറക്കുന്ന അവസ്ഥയാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു കുടിലാണ് ഗോപിക്കുട്ടൻ കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. നിത്യ ചെലവിന് പോലും നിവർത്തിയില്ലാത്ത ഈ കുടുംബത്തിനാണ് ജപ്തി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ഗോപിക്കുട്ടന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന. ന്യൂസ് ബ്യൂറോ, കൊല്ലം.